ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജെറിൻസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. അതിന് ആധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്തരായിരിക്കുന്ന എല്ലാവരും ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കാത്തവരായി ആരും തന്നെയൊന്നുമില്ല. എന്നാൽ ദൈവവചനം പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പ്രധാനമായി നാം മനസ്സിലാക്കുമ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു പദമാണ് നമുക്കതിന് ആധാരമായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ വേണ്ടും പോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്നവരായി തീരണം. വേണ്ടും പോലെ പ്രാർത്ഥിക്കാതെ വണ്ണം നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അതിന് ബലഹീനത എന്നുള്ള പദം കൊണ്ടാണ് ഈ വാക്യത്തിൽ വിവക്ഷിക്കുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ല. അപ്പോൾ വേണ്ടും പോലെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമായി പോകുവാൻ വരെ ആ ബലഹീനത ഇടയാക്കുന്നു എന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പ്രാർത്ഥിച്ച അനേകം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പൗലോസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. തൻ്റെ ജഡത്തിലുണ്ടായതായിരിക്കുന്ന ശൂലം അത് മാറ്റിത്തരണമേ എന്ന് ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചു. താൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 3 വട്ടം താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയിൽ ആ ജഡത്തിലെ ശൂലം മാറ്റിയില്ല. അതിൻ്റെ ഒരു കാരണം പറയുന്നത്, അപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട കാര്യം എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷകളെ, തൻ്റെ ആത്മീയതയെ, താൻ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുത്തതായിരിക്കുന്ന അപ്പോസ്തലികമായിരിക്കുന്ന ശുശ്രൂഷകളെ, അങ്ങനെ തൻ്റെ എല്ലാ മേഖലകളെയും ഉടച്ചു കളയുന്നതായിരിക്കുന്ന നിഗളമെന്ന് പറയുന്ന ആ സ്വഭാവത്തെ കൈകാര്യം ചെയ്യുവാനായിട്ടാണ് ദൈവം ശൂലം തനിക്ക് ജഡത്തിൽ കൊടുത്തത് എന്നുള്ള കാര്യം അതിൻ്റെ താഴേക്കുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, നമ്മുടെ ആ ജഡത്തിലുള്ളതായിരിക്കുന്ന ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ നിഗളത്തെ ഉടച്ചു കളയുവാനായിട്ട് ദൈവം ഒരു ശൂലത്തെ കൊടുക്കുകയാണ്. ഈ ശൂലത്തെ മാറ്റുവാനായിട്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. വാസ്തവത്തിൽ ആ ശൂലം, തൻ്റെ പ്രാർത്ഥന കേട്ട് ആ ശൂലം മാറിപ്പോയിരുന്നെങ്കിൽ, ആ ജഡത്തിൻ്റെതായ ആ വേദനയോ ആ പ്രയാസമോ മാറിപ്പോയിരുന്നെങ്കിൽ ആ നിഗളം തന്നിൽ എന്ത് ചെയ്യും? പൊങ്ങി വരുവാൻ, തൻ്റെ ജഡമനസ്സിൽ അല്ലെങ്കിൽ തൻ്റെ ദേഹിമണ്ഡലത്തിൽ ആ നിഗളം പൊങ്ങി വരികയും തൻ്റെ ശുശ്രൂഷകളെ പോലും തച്ചുടയ്ക്കുവാനായിട്ട് പ്രാപ്തിയിലേക്ക് ആ നിഗളം വളർന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തനിക്ക് ജഡത്തിൽ ശൂലം കൊടുത്തു. ഈ ശൂലം മാറേണ്ടതിനാണ് താൻ പ്രാർത്ഥിച്ചത്. വാസ്തവത്തിൽ താൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ആ ശൂലമോർത്ത് സ്തോത്രം ചെയ്യുകയും അപ്പോൾ തന്നെ തൻ്റെ നിഗളത്തെ കൈകാര്യം ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിരുന്നു വേണ്ടും പോലെയുള്ളതായിരിക്കുന്ന പ്രാർത്ഥന. എന്നാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തനിക്ക് വേണ്ടും പോലെ പ്രാർത്ഥിപ്പാനായിട്ട് തനിക്ക് കഴിഞ്ഞില്ല. അവിടെ പരിശുദ്ധാത്മാവ് തനിക്ക് തുണ നിൽക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇവിടെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം കഴിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി തീരുവാനുള്ള സാധ്യതകളെ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ദൈവാത്മാവിൻ്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. ഇവിടെയാണ് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആ വലിയൊരു സംവിധാനം നമുക്ക് ആവശ്യമായി വരുന്നത്. കേവലം ബുദ്ധിയുടെ മണ്ഡലത്തിൽ മാത്രം നമ്മുടെ പ്രാർത്ഥനകൾ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ, കേവലം ബുദ്ധി കൊണ്ട് മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നവരായി മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും ആത്മാവിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വരികയും വേണ്ടും പോലെയുള്ള പ്രാർത്ഥനയ്ക്ക് സാധ്യമല്ലാതിരിക്കുകയും ചെയ്യുന്നതായ ഒരനുഭവം നമുക്ക് നേരിടും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടതായിരിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് വേണ്ടും പോലെയുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നത് എന്നുള്ളതാണ്. പൗലോസിൻ്റെ ചരിത്രം തന്നെ, ആ ഭാഗം തന്നെ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച ആ ഭാഗം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ താൻ പ്രാർത്ഥിച്ചത് ജഡത്തിലെ ശൂല
ശൂലം മാറിക്കിട്ടാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ അതല്ലായിരുന്നു അനിവാര്യമായിരിക്കുന്ന കാര്യം. ആ ജഡത്തിലെ ശൂലം തൻ്റെ നിഗളത്തെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് എൻ്റെ ജഡത്തിലെ ശൂലത്തിനായി സ്തോത്രം എന്ന് പറയുന്ന പ്രാർത്ഥനയായിരുന്നു അനിവാര്യം. പിന്നീട് ദൈവാത്മാവ് തന്നോട് ഇടപെടുകയാണ്. പൗലോസിൻ്റെ ആ സാധാരണ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ട് തനിക്ക് കാര്യങ്ങളെ തിരിച്ചു കൊടുക്കുകയാണ്. നിൻ്റെ നിഗളത്തെ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന ഈ ജഡത്തിലെ ശൂലം അത് അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവശക്തി നിൻ്റെ മേൽ ആവസിക്കുകയും നിൻ്റെ ബലഹീനതയ്ക്ക് ആ ദൈവശക്തി നിനക്ക് കാര്യമായി പ്രവർത്തിച്ച് അങ്ങനെ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുള്ളതായിരിക്കുന്നൊരു വസ്തുത കൈമാറുകയാണ്. പ്രിയ സ്നേഹിതരെ, അവിടെ പൗലോസ് ചെയ്യുന്നൊരു കാര്യം തൻ്റെ ബലഹീനതകളിൽ താൻ പ്രശംസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന ആ ഒരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ തൻ്റെ ബലഹീനതകളിൽ ദൈവസന്നിധിയിൽ താൻ സ്തോത്രം ചെയ്തു. അങ്ങനെ ദൈവാത്മാവിനോട് ചേർന്ന് ആ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പൗലോസ് കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കണമേ, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവഹിതപ്രകാരമുള്ളതായി മാറണമെങ്കിൽ, വേണ്ടും പോലെയുള്ള പ്രാർത്ഥനകളായി മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്തതായിരിക്കുന്ന ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതായ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കുന്ന പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് ഉരുത്തിരിയണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയുടെ പാന്താവിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത വാചകങ്ങൾ ഇങ്ങനെ പറയുന്നു: ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിൻ്റെ പക്ഷപാതം, മധ്യസ്ഥത ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട്: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഞരക്കങ്ങളാൽ, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് റോമാലേഖനം പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ മറ്റൊരു കാര്യം പറയാണ്: ആത്മാവ് നമുക്ക് നൽകിത്തരുന്നതായിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ രണ്ട് തലങ്ങൾ പരിശുദ്ധാത്മാവിന് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ളതായിരിക്കുന്ന കമ്മ്യൂണിക്കേഷനോടുള്ള, ഇടപെടലിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കേവലം ഭൗതികമായിരിക്കുന്ന തലങ്ങളിൽ, ബുദ്ധിമണ്ഡലങ്ങളിൽ ഒതുങ്ങുന്ന പ്രാർത്ഥനകൾ വിഫലമായി മാറുമ്പോൾ നാം ആത്മാവിൽ പ്രാർത്ഥിച്ചുണരുകയും ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും അപ്പോൾ തന്നെ ആത്മാവ് നമുക്ക് വേണ്ടി നൽകിത്തരുന്ന വാക്കുകളാൽ നാം പ്രാർത്ഥിക്കുകയും ചെയ്ത് നമ്മുടെ ആത്മീയതയുടെ ഉയർച്ചകളിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് തേജസ്കരണം എന്ന് പറയുന്നത്. തേജസ്കരണം നമ്മളിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ദേഹിമണ്ഡലത്തിൽ ഉണ്ടാകുന്നതായ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായ കാര്യം, ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ അഭിലാഷമുള്ളവരായിട്ട് നമ്മൾ മാറണമെന്നുള്ളത്. എങ്ങനെയാണ് ആത്മീയ അഭിലാഷങ്ങളുള്ളവരായി മാറുക? ജഡത്തിൻ്റെ ഇച്ഛകളെ നാം ദിനംതോറും നമ്മുടെ ദേഹിമണ്ഡലങ്ങളിൽ നിന്ന് മാറ്റുകയും ആത്മീയ ഇച്ഛകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്കറിയാം, നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരായിരിക്കുന്നത് കൊണ്ട് ജഡപ്രകാരം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നതും ചരിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ ജഡികമായിരിക്കുന്ന, ഭൗമികമായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ആത്മാവിൽ നാം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആത്മീയ അഭിലാഷങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയ്ക്കുകയും അതിനനുസരിച്ച് നമ്മൾ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. ഇതിന് ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ, ദൈവാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ തേജസ്സിൻ്റെ മാറ്റുകൂട്ടുന്ന അനുഭവമായി മാറും. നമ്മളുടെ ദേഹിമണ്ഡലത്തിലുണ്ടാകുന്ന ശുദ്ധീകരണം നമ്മുടെ തേജസ്സിൻ്റെ മാറ്റുകൂട്ടുന്നതായതുകൊണ്ട് നമുക്ക് തേജസ്സിൽ നമുക്ക് നിത്യഘനത്തെ നാം എത്തിപ്പിടിക്കണമെങ്കിൽ നാം ഈ ഭൂമിയിൽ നാം ഭൗമികരായി ചിന്തിച്ച് ഭൗമികമായിരിക്കുന്ന ബുദ്ധിമണ്ഡലത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമാകത്തില്ല. പ്രത്യുത നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരായി മാറണം. അതുകൊണ്ട് നമ്മുടെ ഈ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുകയാണ്. ഒന്നാമതായി പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നത് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്തതായിരിക്കുന്ന ഞരക്കങ്ങളാൽ പക്ഷപാതം കഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തുണ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടതുപോലെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന വാക്കുകളാൽ നാം ദൈവത്തോട്
അന്യഭാഷകളിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് പോലെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു തുടങ്ങുന്നു. രണ്ടാമത്തെ കാര്യം, ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുകയാണ്. ഒരു അഡ്വൈസറായിട്ടും ഒരു അഡ്വക്കേറ്റായിട്ടും പരിശുദ്ധാത്മാവ് ഇവിടെ ഇടപെടുന്നതായിരിക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഭൗമിക മണ്ഡലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് ഒതുങ്ങുന്നതായി തീരാതെ ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു മുന്നേറുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ തേജസ്സിലേക്ക് അല്ലെങ്കിൽ ആത്മീകതയ്ക്ക് ഏറ്റവും ഉയർച്ച ഉള്ളതായിരിക്കും, നിലവാരമുള്ളതായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയുമെന്നുള്ളതായ വസ്തുത ഞാനിവിടെ കൈമാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ കവർ ചെയ്യുന്ന, വേണ്ടും പോലെ പ്രാർത്ഥിപ്പിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്താം, സുഗമമാക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഞങ്ങളുടെ വന്ദനവും നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.